ചെറുപ്പക്കാരനായി ദളപതിയൊപ്പം ഗ്ലാമര ചുവടുകളുമായി മീനാക്ഷി, ഗോട്ട്, സ്പാർക്ക് സോങ് ഹിറ്റിലേക്ക് ദളപതി വിജയിയും മീനാക്ഷി ചൗധരിയുമാണ് ഈ ഗാനരംഗത്തില് അഭിനയിക്കുന്നത്. ദളപതി വിജയിയുടെ സിഗ്നേച്ചർ സ്റ്റെപ്പുകൾ ഈ ഗാനത്തിലുണ്ട്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയ ചിത്രത്തിലെ പുതിയ ഗാനമെത്തി. ഗോട്ട് എന്ന ചിത്രത്തിലെ മൂന്നാമത്തെ സിംഗിളാണ് ഇതോടെ എത്തിയത്. വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദളപതി വിജയ നായകനായി എത്തുന്ന ഗോട്ട് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണെന്നാണ് സൂചന. വെങ്കട്ട് പ്രഭുവിന്റെ അച്ഛൻ ഗംഗൈ അമരന്റെ വരികൾക്ക് യുവൻ ശങ്കർ രാജ ഈണം നൽകി. യുവാനും വൃഷബാലുവും ചേർന്നാണ് സ്പാർക്ക് എന്ന മൂന്നാമത്തെ ട്രാക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ദളപതി വിജയിയും മീനാക്ഷി ചൗധരിയുമാണ് ഈ ഗാനരംഗത്തില് അഭിനയിക്കുന്നത്. ദളപതി വിജയിയുടെ സിഗ്നേച്ചർ സ്റ്റെപ്പുകൾ ഈ ഗാനത്തിലുണ്ട്. പുതിയ പെപ്പി ട്രാക്ക് ഹിറ്റാകുമെന്ന് ആദ്യ സൂചന. 19കാരനായി വിജയി എത്തുന്ന ഗാനം പുറത്തിറങ്ങിയതോടെ ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതേസമയം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഗോട്ട് കേരളത്തിലെ വിതരണാവകാശത്തിന്റെ വിൽപ്പന നടന്നിരിക്കുകയാണ്. പ്രമുഖ വിതരണക്കാരായ ശ്രീ ഗോകുലം മൂവീസാണ് ഗോട്ടിന്റെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. നേരത്തെ വിജയ ചിത്രം ലിയോ, രജനി ചിത്രം ജയിലർ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ കേരളത്തിൽ വിതരണം ചെയ്തത് ഗോകുലമായിരുന്നു. തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷന് നിലവിൽ ലിയോയുടെ പേരിലാണ്. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയുടെ കരിയറിലെ അവസാന ചിത്രമാവാന് സാധ്യതയുള്ള ഗോട്ട് പോസിറ്റീവ് അഭിപ്രായം നേടിയാല് ലിയോയുടെ കളക്ഷനെ മറികടക്കാന് സാധ്യതയുണ്ട്. വിജയും വെങ്കട് പ്രഭുവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയില് വലിയ പ്രേക്ഷക പ്രതീക്ഷ ഇതിനകം നേടിയിട്ടുള്ള ചിത്രവുമാണ് ഗോട്ട്. വിജയ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വെങ്കട് പ്രഭു ചിത്രം ആരംഭിച്ചു. ചെന്നൈയിൽ ഒക്ടോബർ 2-നായിരുന്നു ചിത്രത്തിന്റെ പൂജ. ദളപതി 68 എന്ന് താൽക്കാലിക പേരിട്ടിരിക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്. ചിത്രത്തിന്റെ രചനയും വെങ്കട് പ്രഭുവാണ്. AGS എന്റർടൈൻമെന്റാണ് ചിത്രം നിർമ്മിക്കുന്നത്. AGS എന്റർടൈൻമെന്റിന്റെ 25 ചിത്രമാണിത്. പ്രഭുദേവ്, മോഹൻ, പ്രശാന്ത് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ടെന്നാണ് വിവരങ്ങൾ. മീനാക്ഷി ചൗധരിയാകും നായികയെന്നും സൂചനകളുണ്ട്. ചിത്രത്തിലെ താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റ് അപ്ഡേറ്റുകളുടെ ലിയോയുടെ റിലീസിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് വെങ്കട് പ്രഭു അറിയിച്ചു. അതേസമയം വിജയ്, ലോകേഷ് ചിത്രം ലിയോ റിലീസിന് ഒരുങ്ങുകയാണ്. അർജുൻ, മിഷ്കിൻ, സഞ്ജയ് ദത്ത്, തൃഷ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. മാസ്റ്ററിന് ശേഷം വിജയും ലോകേഷും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ലിയോയ്ക്കുണ്ട്. 7 സ്ക്രീൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ SS ലളിത് കുമാറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജഗീഷ് പളനിസ്വാമിയാണ് സഹനിർമ്മാണം. ദുൽഖർ സൽമാന്റെ നായിക മീനാക്ഷി ചൗധരിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് ടീം ലക്കി ഭാസ്കർ. താരത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടു. മലയാളികളുടെ പ്രിയതാരമായ ദുൽഖർ സൽമാനെ നായകനാക്കി പ്രശസ്ത തെലുഗ് സംവിധായകനായ വെങ്കി അറ്റ്ലൂരി തിരക്കഥ എഴുതി സംവിധാനം എന്നിവ നിർവഹിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ ലക്കി ഭാസ്കറിലെ നായിക മീനാക്ഷി ചൗധരിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് ലക്കി ഭാസ്കർ ടീം. താരത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ലക്കി ഭാസ്കർ മീനാക്ഷി ചൗധരി ഫസ്റ്റ് ലുക്ക് ഔട്ട്. സുമതി എന്ന കഥാപാത്രമായ മീനാക്ഷി ചൗധരി പ്രത്യക്ഷപ്പെടുന്ന ഈ പാൻ ഇന്ത്യൻ ചിത്രം ഫോർച്യൂൺ 4 സിനിമാസിന്റെ ബാനൽ സായി സൗജന്യയും സിത്താര എന്റർടൈൻമെന്റ്സിന്റെ ബാനൽ സൂര്യദേവര നാഗവംശിയും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഡോക്ടർ സമൻ സ്റ്റാറർ പാൻ ഇന്ത്യൻ മൂവി ലക്കി ഭാസ്കർ. ശ്രീകർ സ്റ്റുഡിയോസ് അവതരിപ്പിക്കുന്ന ചിത്രം തെലുഗ്, മലയാളം, തമിഴ്, ഹിന്ദി എന്നീ 4 ഭാഷകളിലായി പ്രദർശനത്തിനെത്തും. മഗധ ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്ക് കാഷ്യറുടെ വേഷത്തിൽ ദുൽഖർ പ്രത്യക്ഷപ്പെടുന്ന ലക്കി ഭാസ്കർ 90കളിലെ ബോംബെയിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഒരു കാഷ്യറുടെ ജീവിതം കടന്നുപോകുന്ന സാഹചര്യങ്ങളാണ് ദൃശ്യാവിഷ്കരിക്കുന്നത്. ദുൽഖറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. ഏറെ കൗതുകമുണർത്തിയ ഈ പോസ്റ്റർ മികച്ച പ്രതികരണമാണ് നേടിയിരുന്നത്. മികവുറ്റ പ്രകടനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര ഊട്ടിയുറപ്പിച്ച നടനാണ് ദുൽഖർ സൽമാൻ. താരത്തിന്റെ അഭിനയ ജീവിതം ആരംഭിച്ച് 12 വർഷം തികയുന്ന അവസരത്തിലാണ് ലക്കി ഭാസ്കർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് എന്നതും ശ്രദ്ധേയമായിരുന്നു. ദേശീയ അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാറാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത്. ഛായാഗ്രഹണം നിമിഷ് രവി, ചിത്രസംയോജനം നവിൻ നൂലി, പിയാറു ശബരി. വിജയും വെങ്കട് പ്രഭുവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ വലിയ പ്രേക്ഷക പ്രതീക്ഷ ഇതിനകം നേടിയിട്ടുള്ള ചിത്രവുമാണ് ഗോട്ട്. വിജയുടെ കരിയറിലെ 68ാമത്തെ ചിത്രമാണ് ഗോട്ട്. മീനാക്ഷി ചൗധരി നായികയാവുന്ന ചിത്രത്തിൽ പ്രഭുദേവ, പ്രശാന്ത്, ലൈല സ്നേഹ, ജയറാം, അജ്മൽ, യോഗി ബാബു, വിഡിവി ഗണേഷ്, വൈഭവ്, പ്രേംജി അമരൻ എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. ജയറാം ചിത്രത്തിലുണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ച് ആവേശം പകരുന്ന ഒന്നാണ്. OTT റൈറ്റ്സ് വിൽപ്പനയിലൂടെ നിർമ്മാതാക്കൾ വൻതുകയാണ് നേടിയിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു.
തമിഴ് ഒറിജിനലിനൊപ്പം തെലുങ്ക്, മലയാളം, കന്നഡ പതിപ്പുകൾ ഒരു കരാർ പ്രകാരവും ഹിന്ദി പതിപ്പ് മാത്രം മറ്റൊരു കരാർ പ്രകാരവുമാണ് വിൽപ്പന നടത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. എജിഎസ് എന്റർടൈൻമെന്റാണ് ചിത്രം നിർമ്മിക്കുന്നത്.